ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് അമ്മയുടെ വീട്ടിൽ എല്ലാവരോടും ഒന്ന് കൂടുവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ രാവിലെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ സർപ്രൈസ് ആയിട്ട് വന്നു കേട്ടോ. ആദിക്കുട്ടൻ്റെ അമ്മാവ ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ബർത്ത്ഡേ സമയത്ത് ചേട്ടൻ നാട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദിക്കുട്ടന് ഗിഫ്റ്റുമായിട്ട് ഇപ്പോഴാണ് ആൾ വരുന്നത്. ഒന്ന് മിക്സർ ട്രക്കാണ് ഗിഫ്റ്റായിട്ട്. ആദ്യക്ക് എത്ര കിട്ടിയാലും മതി വരാത്ത കാര്യങ്ങളാണ് വണ്ടികൾ. രണ്ടാമത്തെ ഐറ്റമാണ് ട്രെയിന്. ആദ്യക്ക് ഇതുവരെ ട്രെയിന് ഇല്ല കേട്ടോ. ആദ്യം ട്രെയിൻ വേണം എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ടോയ് ഷോപ്പിൽ ചെന്ന് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുമ്പം നേരെ ആൾ തിരിയും. കയ്യിൽ കിട്ടുന്ന വണ്ടിയായിട്ട് ആളിങ്ങി വരും. അപ്പോൾ നമ്മൾ വാങ്ങിച്ച വണ്ടികൾ തന്നെ വീണ്ടും വാങ്ങിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ട്രെയിൻ കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആദ്യക്കുണ്ട് കേട്ടോ. തന്നെ ട്രാക്ക് സെറ്റ് ചെയ്യുന്നു. പിന്നെ ട്രെയിനകത്തിൽ എൻജിനകത്തിൽ അമ്മാവ ഇതിനകത്തിൽ ബാറ്ററി ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടാണ് അവൻ ട്രെയിൻ കാണുന്നത് ഇങ്ങനെ കയ്യിൽ. അപ്പം എന്തുമാത്രം ടി വിക്കകത്തുനിന്ന് ഓരോ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുവാണ്. കാരണം ഫസ്റ്റ് ടൈം കാണുന്ന സാധനത്തിൻ്റെ കൃത്യമായിട്ട് എവിടെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നും എവിടെയാണ് ബാറ്ററി ഇട്ട് കൊടുക്കേണ്ടതെന്നും നല്ല ധാരണയുണ്ട് ആദ്യം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ കേട്ടോ. അവൻ ആദ്യം തന്നെയാണ് ട്രാക്ക് സെറ്റ് ചെയ്തൊക്കെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കണക്ഷൻ ഇങ്ങനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ ഇത് പാളം തെറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പം ചേട്ടനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അപ്പൂപ്പനും അമ്മാവനും മോനും കൂടി ഇരുന്ന് ട്രെയിൻ ഓടിച്ച് കളിക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് റെഡിയായി. കാരണം എനിക്ക് റെഡിയാകാൻ ഒത്തിരി സമയം എടുക്കുമല്ലോ. അങ്ങനെ ഞാൻ റെഡി ആവാൻ വേണ്ടി പോയി. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ അവനെ കുളിപ്പിച്ച് റെഡി ആയിക്കോളാം, നീ പോയി ആദ്യം കുളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പിന്നെ പോയി കേട്ടോ. അങ്ങനെ ഞാൻ കുളിച്ചൊരുങ്ങുന്ന നേരം കൊണ്ട് തന്നെ അമ്മ ആദിക്കുട്ടനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തി കേട്ടോ. അമ്മയും ആദിക്കുട്ടനെയും കൂടെ ഞാൻ വണ്ടിയിൽ കൊണ്ട് അമ്മയുടെ വീട്ടിൽ നിർത്തിയിട്ട് ഞാൻ തിരിച്ചിങ്ങി വന്നിട്ട് എന്നെ അനിയത്തിമാരും ചിറ്റയും കൂടെ വിളിച്ചുകൊണ്ട് പോകാൻ അങ്ങനെയായിരുന്നു കേട്ടോ പ്ലാന്. അങ്ങനെ അവർ വന്നു, എന്നെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ മൂത്ത ആൾക്ക് ജോലിയായി. അപ്പോൾ അവളുടെ വക ട്രീറ്റ് ഉണ്ട് കേട്ടോ ഇന്ന്. അങ്ങനെ അമൂലിൻ്റെ ഔട്ട്ലെറ്റ് കയറിയിട്ട് ഐസ്ക്രീമൊക്കെ ആയിട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എക്സ്ട്രാ ഐസ്ക്രീം വേണം, ഞാൻ നിന്നെ പണ്ട് കുറേ നോക്കിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ എനിക്ക് അവൾ ഒരു ചോക്കോബാറൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചിയൊന്നും പറയണ്ട, ചേച്ചിയുടെ മോനെ ഞാനും കുറേ നോക്കിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പറഞ്ഞ് എന്നെ അടപ്പിച്ച് കളഞ്ഞോളൂ. ശരിയാ, എൻ്റെ കൊച്ചിനെ കുറേ അവൾ നോക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ ഷേളി കുഞ്ഞമ്മയും വന്നു. ഷേളി കുഞ്ഞമ്മ ഇന്ന് വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. അവസാനം ഷേളി കുഞ്ഞമ്മ ലാൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ ഷേളി കുഞ്ഞമ്മയുടെ വണ്ടിയായിട്ട് ചേട്ടൻ എങ്ങോട്ടോ പോവാണ്. അപ്പോൾ ചേട്ടൻ പോയപ്പോഴത്തേക്ക് ആദിക്കുട്ടനും ഞാനും വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആദിക്കുട്ടനും ചാടിക്കൂടെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മാവനും മോനും കൂടെ എങ്ങോട്ടോ എന്തോ സാധനം വാങ്ങിക്കാൻ എന്തിനാ കേട്ടോ പുറത്തോട്ടേക്ക് ഇറങ്ങി. ഇത് ഷേളി കുഞ്ഞമ്മയുടെ വണ്ടിയായിട്ട് നല്ല രസമായി വണ്ടി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദിക്കുട്ടൻ പോയ ആ സമയം നോക്കി പൊന്നു കുഞ്ഞ്, ഇവിടുത്തെ അടുത്ത കുഞ്ഞാണ് പൊന്നു അവിടെ നിന്ന് ട്രെയിൻ കളിക്കുക കേട്ടോ. അപ്പോൾ അത്രയും വെക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് അവൾ ആ ട്രാക്ക് അങ്ങ് ചെറുതാക്കി എൻജിൻ മാത്രം ഓടിച്ച് കളിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പതിവ് പോലെ ഇവിടുത്തെ ദേശീയ ആഹാരമാണ് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും. നമുക്കിന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ് കേട്ടോ ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുണ്ടാക്കിയ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതാണിത്, എനിക്കിത് മതി. അപ്പം അമ്മമ്മയുടെ ഞാൻ ആദ്യമേ പറയും, അമ്മമ്മ ചോറും കൂട്ടനും വേണ്ട, ഇത് മതി എന്ന് പറയും. പിന്നെ അനിയത്തിമാർക്കും അതാണ് ഇഷ്ടം, പിള്ളേർക്കും നോൺ വെജും ഒക്കെയാണല്ലോ കൂടുതൽ ഇഷ്ടം. പിന്നെ രണ്ടുപേരും ഇപ്പം ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡ് കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ടുപേർക്കും. അതുകൊണ്ട് തന്നെ നല്ല ആസ്വദിച്ച് രണ്ടും കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രൈഡ് റൈസും ചിക്കനും എല്ലാം കഴിച്ചു. എല്ലാവരും രണ്ട് വട്ടം ഇരിക്കാനുള്ള ആളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അമ്മമ്മ പായസം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് ആ പായസമൊക്കെ കുടിച്ചുകൊണ്ടിറക്കി ഇരിക്കുകയാണ്. അങ്ങനെ വീടിനകത്തിരുന്ന് ഇൻഡോർ ഗെയിം കളിച്ച് ആദിക്കുട്ടിന് പതുക്കെ ബോറടിച്ച് പതുക്കെ നൈസായിട്ട് ആദിക്കുട്ടിനെ എല്ലാവരും വിളിച്ച് പുറത്തിറക്കി കേട്ടോ. പിന്നെ പുറത്തായി ബാക്കിയുള്ള കളികൾ. വേറെ ഒന്നുമില്ലല്ലേ. റിംഗ റോസസിന്റെ ബാക്കി എനിക്ക് അറിയത്തില്ല, ഇപ്പൊ മറന്നുപോയി. വട്ടം വട്ടം നാരങ്ങ കൊത്തി കൊത്തി എടി മറ്റേ പോയി മൂന്ന് മീൻ പോയി രണ്ട് മീൻ പോയി 3 മീൻ പോയി 4 മീൻ പോയി. അങ്ങനെ വൈകിട്ടായി എല്ലാവരും പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ.
ഇതിൻ്റെ ഇടയ്ക്കൂടെ ചായ കുടിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പതിവ് പോലെ തന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ആദ്യം ചേട്ടനും അച്ഛനും കൂടെ അങ്ങ് പോയി, പിന്നെ ഷേർലി കുഞ്ഞമ്മ പോയി, പിന്നെ ഇത് ഞങ്ങളെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്നെ ആദിക്കുട്ടിനെ അമ്മയും കൂടെ ചിറ്റ വീട്ടിലേക്കാന്ന് പറഞ്ഞിട്ട് അതെ ഞാൻ ചിറ്റയുടെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലോട്ട് എപ്പോഴും ഇരിക്കുന്നത്. ഞാൻ പറയും എനിക്ക് പ്രയോറിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്നത്, പക്ഷേ അവരെല്ലാവരും പറയും എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് എന്നെ പിടിച്ച് ഫ്രണ്ടിൽ ഇരുത്തിയേക്കുന്നതെന്ന്. സ്ഥലം വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ വീട്ടിലെത്തിയിട്ട് എനിക്ക് തോന്നുന്നു പൊന്നു ആദിക്കുട്ടൻ അടങ്ങിയിരിക്കാൻ വേണ്ടി കാറിൻ്റെ മുകളിൽ പിടിച്ചിരുത്തിയേക്കുമെന്ന് തോന്നുന്നു കേട്ടോ. കാരണം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുമാർ പിടിക്കുന്നിടത്ത് അവൻ നിൽക്കുമായിരുന്നു, ഇപ്പം അങ്ങനെ നിൽക്കത്തില്ലല്ലോ. അപ്പോൾ അമ്മ എപ്പോഴും പറയും ഓ ഇവൻ പണ്ടായിരുന്നു ചേച്ചി പാവം, പണ്ടാണെങ്കിൽ നമ്മൾ എടുക്കുന്നിടത്ത് ഇരുന്നോളും, ഇപ്പോൾ ആണെങ്കിൽ പറ്റത്തില്ല ഇവനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൾ പറയും. അങ്ങനെ ഇതേ അമ്മുമ്മോടെ ഡ്രൈവിംഗ് സ്കില്ല് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. കാരണം അവൾ ഈ അടുത്തിടയ്ക്ക് ഒന്ന് രണ്ട് വർഷമായിട്ടുള്ളൂ തോന്നുന്നു വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട്. അപ്പോൾ ഞാനങ്ങനെ കണ്ടിട്ടില്ല അവൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാണുന്ന മാത്രമല്ല ഞാൻ ലോകം മുഴുവൻ അറിയിക്കാം നീ വണ്ടി ഓടിക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുക കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ചേച്ചി ഓഫിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോഴാണ് വണ്ടി എടുക്കുന്നത്. അപ്പം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മഞ്ജിറ്റ കൈ തെളിയാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് അവർ. അപ്പോൾ ഇനി വെക്കേഷന് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് ഷാർജയ്ക്ക് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ടാറ്റ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ആദിക്കുട്ടൻ ടാറ്റയൊക്കെ പറഞ്ഞ് വിടുവാണേ. വീണ്ടും അങ്ങ് ഉമ്മ കൊടുക്കുകയും കെട്ടിപ്പിടുത്തവും ഒക്കെയാണ് ആദിക്ക്. കാരണം കുഞ്ഞായിരുന്നപ്പോൾ നോക്കിയതിൻ്റെ ആ ഒരു സ്നേഹമുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിലെ ഇവളുമാർ രണ്ടുപേരോട് ആയിരുന്നു. അവൻ ജനിച്ച സമയം ഒരു വയസ്സ് 1.5 വയസ്സ് 2 വയസ്സ് എപ്പോൾ നാട്ടിൽ വന്നാലും ഒക്കെ ഇവളുമാരുടെ കയ്യിലായിരുന്നു ആദിക്കുട്ടൻ. അമ്മുവാണ് ഇവനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അമ്മുവിൻ്റെ മടിയിലും ഒക്കെ അപ്പിയിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞ് പുറകെ ഓടിയൊക്കെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് ആദ്യം നിൽക്കുകയാണ്. അതിക്ക് വിഷമമുണ്ട് കേട്ടോ ചിറ്റന്മാർ പോയതിന്. ചിറ്റേന്നൊന്നുമല്ല വിളിക്കുന്നത്, അമ്മു പൊന്നു എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോയി അമ്മുവും പൊന്നും പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഒന്ന് സെറ്റായതിനൊക്കെ ശേഷം പതുക്കെ പുരയിടത്തിലോട്ട് ഇറങ്ങി കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ, അപ്പം രാത്രി ഇനി ഫുഡ് വേണ്ടേ. അപ്പം അതുകൊണ്ടല്ല, ചേട്ടന് ഫുഡ് വേണ്ടേ, നമുക്കെല്ലാവർക്കും രാത്രി ഫുഡ് വേണമല്ലോ. അപ്പോൾ നമ്മൾ ഒരു പടവലങ്ങ തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിനകത്ത് പടവലങ്ങ തീയലിട്ടിട്ടുണ്ടല്ലോ, റെസിപ്പി ഇട്ടിട്ടുണ്ടേ, കാണാത്തിൽ പോയി കാണണം കേട്ടോ. അപ്പോൾ ആ റെസിപ്പിക്കുള്ള പടവലങ്ങ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പിലയും പച്ചമുളകും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുരയിടത്തിലോട്ട് ഇറങ്ങി. പിന്നെ തീയിൽ വെക്കുന്ന സീനൊക്കെയാണ്, അത് നമ്മൾ വേറെ വീഡിയോ ഇട്ടു. പിന്നെ അതിന് ശേഷം നമ്മളിത് ഫയർ വർക്സിലേക്ക് കടക്കുകയായി. ദീപാവലിയുടെ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും അങ്ങോട്ടായിരുന്നു കേട്ടോ ഈ ദിവസം. അപ്പം ചേട്ടൻ കുറച്ച് പടക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കമ്പിപ്പൂത്തിരി, പിന്നെ ഇങ്ങനെ കൊരവപ്പ് പോലെ മേപ്പോട്ടുള്ളൊരു സാധനം നിങ്ങൾക്കിപ്പോൾ കാണാം. ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അപ്പോൾ അതെല്ലാം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ആദിക്കുട്ടിന് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. നമ്മൾ ബുർജ് ഖലീഫിലെ ഫയർ വർക്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഫയർ വർക്സ് ആദ്യമായിട്ട് കാണും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിലുപരി ഭയങ്കര പേടിയുണ്ടായിരുന്നു ആൾക്ക്. അങ്ങനെ നമ്മൾ ദീപാവലിയൊക്കെ ആഘോഷിച്ചു, നന്നായിട്ട് ആഘോഷിച്ചു. ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു കേട്ടോ, ഒത്തിരി സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. ചെടിക്കകത്തോട്ട് ഇട്ടോ, ചെടിക്കകത്തോട്ട് നമ്മൾ എടുക്കാൻ പോകുന്നു.